നമ്മുടെ ഈ കേരളത്തിൽ പൊതുവെ മാധ്യമങ്ങളെല്ലാം തന്നെ നൽകുന്നതിൽ പ്രത്യേകിച്ചും കഴമ്പില്ലാത്ത വാർത്തകളാണ്, അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളാണ്, വ്യാജമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. സത്യം നമുക്കറിയാം, സത്യം അതല്ല എന്നറിയാം. പക്ഷെ അതൊന്ന് തുറന്ന് പറയാൻ വേണ്ടി, ഒരു കമന്റിലൂടെയെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെന്ന് വളരെ കുറവാണ്. ചില കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് ഇടാവുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ നോക്കിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം നമ്മളൊന്ന് വീഴാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പ്രൊഡ്യൂസർമാരാണേലും ഈവൻ സിനിമയുടെ അണിയറ പ്രവർത്തകരാണേലും തിരക്കഥ എഴുതുന്നവരാണേലും ഇങ്ങനെ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരും വിചാരിക്കും വെറുതെ എന്തിനാണ് തലവേദന പിടിക്കുന്നത്, നമുക്ക് സിനിമയിൽ കാണിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്, നമ്മളായതുകൊണ്ടല്ലേ ഇതിങ്ങനെ കാണിച്ചത്. വേറെ വല്ല മതക്കാരുടെ ആണെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് സ്വാഭാവികം. ആ പടം ആ ഫസ്റ്റ് ഷോയെ ഓടത്തുള്ളൂ. വാക്കുകൾ കൊണ്ട് നമ്മൾ ആശയങ്ങൾ കൊണ്ടാണ് നേരിടുന്നത്. അല്ലെ നമ്മളൊരു കാര്യം അസത്യമായിട്ടൊരു കാര്യത്തിന് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടാണ്. ഒരു ഭീഷണിയുടെ സ്വരത്തില് ഒരാള് ജോജി പട്ടിമറ്റത്തുനിന്ന് കോലഞ്ചേരിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു സരസമായിട്ടൊരു മറുപടി കൊടുത്തു, എന്താ ചേട്ടാ ആ വഴി ടാർ ചെയ്യാൻ വല്ല കോൺട്രാക്ടും കിട്ടിയോന്ന് ചോദിച്ചു. നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയ്ക്കും സമുദായത്തിനും വേണ്ടി ധീരതയോടെ ശബ്ദമുയർത്തുന്ന യുവരക്തം. സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്തുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജോജി കോലഞ്ചേരി. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ആന്റണി ആ ഒരു സിനിമയിലെ ക്രൈസ്തവ അവഹേളനത്തിനെതിരെ ധീരതയോടെ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയം വരിച്ച ജോജിയുടെ ആ ഒരു കഥ ഈ നാളുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം വൈറലായി മാറിയിരുന്നു. ഈ സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, സാമൂഹ്യ തിന്മകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ധീരതയോടെ ശബ്ദം ഉയർത്തുന്നതിന് പിന്നിലെ ആ ഒരു ആവേശം, അതിൻ്റെ പിന്നിലെ ആ ഒരു രഹസ്യം നമുക്ക് ജോജിയോട് തന്നെ ചോദിച്ചറിയാം. ശ്രീ ജോജി, ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജോജി കോലഞ്ചേരി ആ ഒരു പേര് ബ്രാൻഡഡ് ആയി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ സഭയും സമുദായമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ജോജിയുടെ പല ശ്രദ്ധേയമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതും വളരെ സരസമായിട്ടുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഒരു യൂത്തിനൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയും ശൈലിയും ഒക്കെ യൂസ് ചെയ്യുന്നു. എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം, നമുക്കറിയാം ആന്റണി സിനിമയുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ചോദ്യം എന്താണ്? നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ യൂത്തൊക്കെ പലരും യൂസ് ചെയ്യുന്നുണ്ട്. പലരും സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് വരുന്ന പോസ്റ്റുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു. അല്ലാതെ കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും കാര്യമായിട്ട് ആരും നടത്താറില്ല. ജോജിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലിയുണ്ട്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, തിരക്കുകളുണ്ട്. അതിന്റെ എല്ലാം ഇടയിൽ പെട്ടെന്ന് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ, സഭയ്ക്കെതിരൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ ആ ഒരു കുറിപ്പ് കൃത്യമായിട്ട് ഇടാൻ സാധിക്കുന്നു. എന്താണ് ഈ സഭയ്ക്ക് വേണ്ടി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന ഈ ഒരു എടുത്തുചാട്ടത്തിന് പിന്നിലെ ഒരു രഹസ്യം? സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ നമ്മുടെ ഈ കേരളത്തിൽ പൊതുവെ മാധ്യമങ്ങളെല്ലാം തന്നെ നൽകുന്നതിൽ പ്രത്യേകിച്ചും കഴമ്പില്ലാത്ത വാർത്തകളാണ്, അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളാണ്, വ്യാജമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളൊരു വാർത്തയുടെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിയാലും അതിന്റെ അടിയിൽ സത്യം നമുക്കറിയാം, സത്യം അതല്ല എന്നറിയാം. പക്ഷെ അതൊന്ന് തുറന്ന് പറയാൻ വേണ്ടി, ഒരു കമന്റിലൂടെയെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെന്ന് വളരെ കുറവാണ്. കാരണം എല്ലാവരും അവരുടെ ഇമേജ് കീപ്പ് ചെയ്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, ഞാൻ അതെഴുതിയ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള അവരുടെ ആ ഒരു ഇത് കീപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് പലരും ഇതിനൊന്നും ശ്രമിക്കാത്തത്. പക്ഷെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പം ഇതാരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ജനത്തോട് തുറന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും, ചിലരാണെങ്കിൽ പോലും ഇപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്ന വാർത്തകളാണെങ്കിലും ശരി, നമ്മളിപ്പം ഒരു വാർത്ത കണ്ടു, ചിലപ്പോൾ തെറ്റായിട്ടുള്ള വാർത്തകൾ നമ്മൾ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. അപ്പൊ അതേസമയം നമ്മൾ അതിന്റെ ഇടയിൽ ഒരു കമന്റ് കാണുക, ശരിയാണല്ലോ, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതായിരുന്നല്ലോ ശരി എന്ന് ചിന്തിക്കാനൊരു കാരണം നമ്മളായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് മനുഷ്യരുടെ ഇടയിലും ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് ഒരു പ്രീതി നേടാൻ സാധിക്കും. കാരണം അത് നമ്മുടെ കടമയാണ്. കാരണം ക്രിസ്ത്യാനി എന്ന നിലയിൽ സത്യം, നമ്മൾ അസത്യത്തിനെതിരെ നമ്മൾ നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു കമന്റിലൂടെയാണ് പ്രതികരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാര്യം നല്ലത് അറിയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ചെറിയ നമുക്ക് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാതെ വാവൂട്ടിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഇപ്പം നമ്മൾ അറിയുന്ന വാർത്തയുടെ നിജസ്ഥിതി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഷക്കീന പോലുള്ള ചാനലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, ഇപ്പൊ വേറൊരു ചാനലുകാരൻ തെറ്റായിട്ടൊരു വാർത്ത കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ അടിയിൽ അതല്ല ശരി, ഇതാണ് ശരിയെന്ന് പറയാനുള്ളൊരു നമുക്ക് അങ്ങനെ തോന്നൽ വന്നു. അത് ധൈര്യമായിട്ട് ഏറ്റെടുത്ത് എഴുതാൻ തുടങ്ങി. പിന്നെ നമ്മൾ പോസ്റ്റുകളിൽ കൂടുതൽ കാര്യങ്ങൾ
എഴുതാൻ തുടങ്ങിയ ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ ഒരു പ്രചോദനമാണ് ഇങ്ങനെ മുൻപോട്ട് തുറന്നു പോകാൻ. അപ്പൊ ജോജി, ഇപ്പൊ നമ്മുടെ യൂത്തിനൊക്കെ ഉള്ള ഒരു പല യൂത്തിനുള്ള ഒരു പ്രശ്നം, ഇപ്പം ജോജിയൊക്കെ ഇപ്പൊ എഴുതുന്ന പോലെ ഇപ്പൊ ഒരു വിഷയം ഉണ്ടായി, ഇപ്പം സന്യാസത്തെ അവഹേളിക്കുന്ന ഇപ്പൊ ഒരു കക്കളി പോലത്തെ ഒരു നാടകം, അല്ലെങ്കിൽ അഭിമന്യ പാലാപിതാവ് നടത്തിയ ഒരു പ്രസംഗം. അപ്പം പലരുടെ ഉള്ളില് എന്താണ് വാസ്തവം എന്നുള്ളത് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഇപ്പം സഭയിൽ തന്നെ പല യൂത്തന്മാർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഒരു കമന്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഒറ്റൊരു കമന്റ് മതി ചിലപ്പോൾ ആ ഒരു വാർത്തയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയുടെ ഒരു ഡയറക്ഷൻ മാറ്റാൻ. ജോജിയുടെ ഒരു അനുഭവത്തില് അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ യൂത്തിന് ഒരു പേടിയാണോ, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ഒരു ശബ്ദിക്കുമ്പോൾ ആരെന്ത് വിചാരിക്കുക, അങ്ങനെ ഒരു തോന്നലാണോ? എന്താണ് നമ്മുടെ യൂത്തിന് ശരിക്കും സംഭവിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമ്മുടെ യുവാക്കളാണെങ്കിലും യുവതികളാണെങ്കിലും പ്രതികരിക്കാൻ മടിയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്. കാരണം ശരിയാണ്, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇന്നാളെങ്കിലും പറയുന്നുണ്ട്, അതുകൊണ്ട് ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കൂടുതൽ ആൾക്കാരും ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഇതുപോലുള്ള സോഷ്യൽ, കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ. കാരണം വാർത്തയാണെങ്കിൽ ശരി, ഇപ്പോൾ ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും മറ്റൊരാളിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരിടത്ത് ഒരു അസത്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എതിരെ അതിന്റെ അടിയിൽ നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ കുറിക്കുക എന്നുള്ളത്, ഞാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് പലരും ഇങ്ങനെ കാര്യങ്ങൾ എഴുതുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള പലരും ഇതുപോലെ കാര്യങ്ങളും ഞാനും അവരെ ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം ഒന്ന് ഇറങ്ങി കൊടുത്താൽ മതി. നമ്മളൊന്ന് ഇറങ്ങാൻ ആളില്ലാത്ത, ഒന്ന് നേർവഴി കാണിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു മാതൃക കാണിച്ചു തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലരും, അല്ലെങ്കിൽ ഒരു പേടി, ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പ്രത്യേകിച്ച് പൊതുവേ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാറില്ല. അതൊരു സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഉണ്ടാവും. സത്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രതിഫലനം പല മേഖലകളിലും ഉണ്ടാക്കാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു കമന്റ് കണ്ടിട്ട് പേടിച്ചു പോയിട്ടുണ്ടോ? കമന്റ് എന്ന് പറഞ്ഞ രസകരമായ ഒരു കമന്റ് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാനും, ചില ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇട്ടിടപ്പം ഒരു കമന്റ് ഒരു മാധ്യമത്തിൽ ഇട്ട് കഴിഞ്ഞപ്പം ഒരു ഭീഷണിയുടെ സ്വരത്തില് ഒരാള്, എന്നാലും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം, അതായത് എൻ്റെ അടുത്ത് തന്നെയാണ്, പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലം. പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, ജോജി പട്ടിമറ്റത്തുനിന്ന് കോലഞ്ചേരിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു സരസമായിട്ടൊരു മറുപടി കൊടുത്തു, എന്താ ചേട്ടാ ആ വഴി ടാർ ചെയ്യാൻ വല്ല കോൺട്രാക്ടും കിട്ടിയോന്ന് ചോദിച്ചു. അത് നമുക്കറിയാം ഇവൻ ഉദ്ദേശ ഭീഷണിയാണ്. അപ്പൊ ഈ പലരും അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഇതൊക്കെ വരാറുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ ചിലരൊക്കെ ഈ വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതൊന്നും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെ ചുമ്മാ വന്ന് കയറി നമുക്ക് എതിരെ ഒന്നും ചെയ്യാനും ഒന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ വാക്കുകൾ കൊണ്ട് നമ്മൾ ആശയങ്ങൾ കൊണ്ടാണ് നേരിടുന്നത്. അല്ലെ നമ്മളൊരു കാര്യം, അസത്യമായിട്ടൊരു കാര്യത്തിന് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ആരെയും നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് നീ ശരിയല്ല എന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പം ഈ ഒത്തിരിയേറെ പോസ്റ്റുകൾ ജോജി ചെയ്യാറുണ്ട്. അപ്പം മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി തന്ന, പ്രത്യേകിച്ച് സഭയായിട്ട് ബന്ധപ്പെട്ട സമുദായമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി, ഞാൻ ഇട്ട ആ ഒരു പോസ്റ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ചർച്ചകളിൽ കൊണ്ടുവന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓർമ്മയിൽ വരുന്നുണ്ടോ? പെട്ടെന്ന് ഓർക്കുന്ന കുറേ അധികം പോസ്റ്റുകൾ ഇങ്ങനെ വൈറലായിട്ട് ചില സമയത്ത് നമ്മൾ ഈ അമൽജ്യോതി വിഷയത്തിലാണ് കൂടുതലും ചില വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കത് എതിരായിട്ട് നല്ല സരസമായിട്ട് അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന എന്റെ ഫ്രണ്ട് ലിസ്റ്റ് വെറും 1000-നടുത്ത ആളുകളേ ഉള്ളൂ. പക്ഷെ 7 ലക്ഷത്തിലധികം 8 ലക്ഷത്തിനടുത്ത ആളുകൾ കണ്ട വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലരും ഷെയർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഒരു സരസമായിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് മെസ്സേജ് ആളുകളിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് അത്ര വിഷമിക്കാത്ത രീതിയിലും ഉണ്ടായിരുന്നു. അമൽജ്യോതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ്. പിന്നെ പല കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഓർത്തിരിക്കുന്ന ഇപ്പൊ അമൽജ്യോതിയാണ്. പ്രത്യേകിച്ച് മിക്ക പോസ്റ്റുകളിലെ ഒരു സരസമായിട്ടുള്ള ഒരു ശൈലി, ന്യൂജൻ ശൈലി കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രോളും അതൊക്കെ ആയിട്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഒരു സരസമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു ഇത് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ട്രോളുകളായിട്ടും ഒക്കെ അങ്ങ് മാറുന്നുള്ളൂ. കാരണം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ട്രോളുകളിലൂടെ ആളുകളിലേക്ക് അതിന് ആശയം എത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഈ ട്രോളുകളിലൊക്കെ കൂടുതലും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ബേസിക്കലി ഞാനൊരു സുവിശേഷ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആരെയും ഡയറക്റ്റ് കയറി പറയാനും പറ്റത്തില്ലാത്തത് കൊണ്ട് ആ ഒരു രീതി ഉപയോഗിക്കുന്നേ. ഒപ്പം പലരും പറയാറുണ്ട്, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നവർക്ക് യാതൊരു പണിയില്ല, ഒരു പണിയില്ലാത്തവരുടെ തൊഴിലാണ് ഇങ്ങനെ ഒരു സംഗതി. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു, വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് ജോജി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ, എന്താണ് ചെയ്യുന്ന കുടുംബം, അങ്ങനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇല്ല തിരക്കിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേന്നുള്ളത്.
ഞാൻ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്, വിദേശത്താണ്. ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ജോലിയാണ് ചെയ്യുന്നത്. വീട്ടിൽ അപ്പൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അവർക്ക് 3 മക്കള്, എനിക്ക് വൈഫ്, 3 മക്കള്. ജോലി വിദേശത്ത് തന്നെയാണ് ജോലി. ഇടയ്ക്ക് പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ നാട്ടിൽ വരും, പിന്നെ അടുത്ത ജോലി നോക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തിരക്കുകളുണ്ട്, പക്ഷേ എങ്കിലും ചില സമയത്തൊക്കെ നല്ല തിരക്കുകൾ കാരണം ഫേസ്ബുക്ക് ഒന്നും നോക്കാതെ മാറ്റി വെക്കും. പിന്നെ ആരെങ്കിലും ഒക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കാണുമ്പം ചേട്ടാ ഇതിനെതിരെ ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. പ്രത്യേകിച്ച് ഈ അമൽജ്യോതി തന്നെയാണ് എനിക്കും പറഞ്ഞത്. ഞാൻ കുറേ ആ സമയത്ത് നല്ല ജോലി തിരക്കാം, കാരണം നല്ല ചൂടത്തും, ഗൾഫിലൊക്കെ അറിയാലോ, നല്ല ചൂടത്തും വിടും. അപ്പം എന്നാ പിന്നെ നോക്കണ്ടെന്ന് വെച്ചിരുന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ അമൽജ്യോതിയുടെ വിഷയം വന്നത്. അപ്പൊ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കയറി പ്രതികരിക്കുന്നുണ്ട്, നമുക്കെതിരായിട്ടാണ് കൂടുതലും ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ അന്ന് മിണ്ടായിരുന്ന പറ്റത്തില്ലല്ലോ എന്ന് കയറി, പിന്നെ അങ്ങനെ കയറിയിട്ട് പിന്നെ അതിനെ പിടിച്ച് അടുത്ത പോസ്റ്റുകൾ അങ്ങനെ ഓരോന്ന് വരികയുണ്ടായി. അപ്പം ഈ ആരെങ്കിലും ഒക്കെ ഒന്ന് ജോജിയുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, അതായത് ഇത്തരത്തിലൊരു പ്രതികരിക്കുന്നു, അത് ഞങ്ങൾക്ക് ഒത്തിരി അധികം ഒരു ഇൻസ്പിറേഷനായി, അത് കഴിഞ്ഞിട്ട് ആ വ്യക്തികൾ തന്നെ ഇതുപോലെ സമാനമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റിലിട്ട് സഭയ്ക്കും സമുദായത്തിനും ഒരു ശബ്ദമായി ഞങ്ങൾക്ക് മാറാൻ സാധിച്ചു? കുറെ ആളുകൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം പ്രതികരിക്കുന്നതിന് നന്ദിയുണ്ട്, സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ്. കാരണം പിന്നീട് അവരും ഇങ്ങനെ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രണ്ട് ലിസ്റ്റിൽ നമുക്ക് മറ്റുള്ളവരുടെ ആക്ടിവിറ്റീസ് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരാൾ ഒരു പോസ്റ്റ്, ഒരു വാർത്ത എഴുതി കൊണ്ടിട്ടാലോ ഒരു കമന്റ് ഇട്ട്, കാരണം അങ്ങനെ ഇടുന്ന ഒരുപാട് ആളുകളെ പിന്നീട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവരും പ്രതികരിക്കുന്നുണ്ട്, കാരണം ഇതല്ലല്ലോ സത്യം, അതാണല്ലോ സത്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരെ. കാരണം അവരൊക്കെ നമുക്ക്, കാരണം നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ ഒരു ഇതിലിട്ട് വന്നത്. കാരണം സോഷ്യൽ മീഡിയ ഈ കാലത്ത് ഉപയോഗിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട്, പണ്ടെന്നൊക്കെ പറഞ്ഞ എഴുതുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം ഈ എഴുതുന്നവരെ തന്നെ നമ്മുടെ ആൾക്കാർ തന്നെ കുറ്റം പറയാൻ ഉണ്ട്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ട, അവർ പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടൊക്കെ മനസ്സുമെടുത്ത് നിർത്തുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരെയൊക്കെ കണ്ട് നമ്മൾ വന്നു. അപ്പൊ നമ്മളൊക്കെ ഒരു ചെറിയൊരു പ്രചോദനം ഇവർക്കൊക്കെ ആകാൻ പറ്റുന്നുണ്ട് എന്നൊരു സന്തോഷമായ കാര്യം തന്നെ. ഒരുപാട് ആളുകൾ, കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല കാര്യങ്ങൾ. ഒപ്പം നമ്മൾ ഈ സമുദായത്തിനും സഭയ്ക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സരസമായിട്ടുള്ള ശൈലിയും ഭാഷയും യൂസ് ചെയ്യുന്നു, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫാക്ട്സ്, വസ്തുതകളൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെ ട്രോളാനും ഒത്തിരിയേറെ പേരുണ്ട്. അപ്പൊ ഈ നമ്മൾ സോഷ്യൽ മീഡിയ കുറിപ്പുകളൊക്കെ എഴുതുമ്പോൾ ഈ ഫാക്ച്വൽ എറർ വരാതെ അതെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അത് കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കാര്യം നമ്മളൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പോസ്റ്റ് ഇപ്പം ഉദാഹരണത്തിന് അരുവിത്തറയിലെ ഒരു സംഭവം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതായത് ഒരാള്, ക്രൈസ്തവനായിട്ടുള്ള ഒരാൾ വന്നിട്ട് കുർബാന സമയത്ത് ഓസ്തി സ്വീകരിച്ചിട്ട് അവൻ അത് കഴിക്കാതെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞൊരു വാർത്ത ഇങ്ങനെ കണ്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഞാൻ എന്ത് ചെയ്തു, ഉടനെ ഞാൻ അന്ന് അരുവിത്തറ പോയപ്പം വികാരി അച്ഛനെ കണ്ട് പരിചയപ്പെട്ട് നമ്പർ മേടിച്ചാൽ ഞാൻ ഉടനെ തന്നെ വികാരി അച്ഛനെ വിളിച്ചു. അച്ഛാ ഇന്നും പോലെ സംഭവം ഉണ്ടായോ, ഇന്ന പോലെ അവനെ പോലീസിൽ ഏൽപ്പിച്ചു അവിടെ എന്നൊക്കെ. അച്ഛൻ പറഞ്ഞു ശരി, ആ ജോജി അതുള്ള സംഭവമാണ് എന്നും പറഞ്ഞിട്ട് എന്നോട് പറയുക. ഞാൻ അതിന് ശേഷമാണ് പോസ്റ്റ്. ചില കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് ഇടാവുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ നോക്കിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം നമ്മളൊന്ന് വീഴാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതിന് മാക്സിമം ഇത് കൊടുക്കാതെ ഫാക്ട് ഇതുപോലുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉദാഹരണത്തിലുള്ള ഫാക്ടുകൾ നമ്മൾ അന്വേഷിച്ചിട്ടും ഒക്കെയാണ് പോസ്റ്റുകൾ ഞാൻ ഇടാറുള്ളത് കൂടുതലും. നമുക്ക് ഈ ആന്റണി സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സിനിമയിൽ ഈ പരിശുദ്ധ ബൈബിളിനെ അവഹേളിക്കുന്ന ആ ഒരു സീൻ, ആ സിനിമ അധികം വിജയം വരിച്ചില്ല, പക്ഷെ ആ ഒരു സീനുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ അവഹേളനപരമായിട്ടുള്ള ഒരു കാര്യം അതിലുണ്ട് എന്ന് ലോകം അറിഞ്ഞത് ജോജിയുടെ പോസ്റ്റിലൂടെയാണ്. ജോജിക്ക് വേണമെങ്കിൽ ആ ഒരു സിനിമ കണ്ട് മിണ്ടാതെ ഇറങ്ങിപ്പോരാം, ആ ഒരു ഒറ്റൊരു സീനിൽ അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോരാം. പക്ഷേ ജോജി ആ ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് എടുത്തു പറയാൻ മറ്റൊരു കാര്യം, അതിന് നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് മുന്നിട്ടിറങ്ങുന്നു. നിയമപരമായിട്ടുള്ള കാര്യം നമുക്കറിയാം, അതിനുള്ള ചെലവുകൾ, അതിന്റെ പുറകെ നടക്കണം. ചിലപ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് പോലും സെറ്റ് ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പല കേസുകളും ചെലവ് സഹിതം തള്ളുന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു റിസ്ക് എടുത്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസംബർ 1-ാം തീയതി പടം റിലീസായ ദിവസം ഞാൻ വേറൊരു പരിപാടിക്ക് പോകേണ്ടിയിരുന്നതാണ്. അപ്പൊ അന്ന് പോകാൻ എന്തോ ഡിലേ ആയി പോയത് കൊണ്ട് ഞാൻ ചുമ്മാ അന്ന് പിന്നെ പോയില്ല, അവന് വീട്ടിൽ ഇരുന്നു. അപ്പൊ ഇങ്ങനെ ചുമ്മാ ഫോണിൽ നോക്കിയപ്പോൾ ഇന്ന് ആന്റണി സിനിമ, അപ്പൊ ജോഷിയുടെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിരിക്കാൻ നല്ല രസമുള്ള സിനിമകളാണല്ലോ പൊതുവെ, പഴയ സിനിമകളാണ്. ശരി, അപ്പൊ എന്നാൽ പോയേക്കാം, ഒരു ടൈം പാസ് ആട്ടെന്ന് വെച്ച് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി. പടം ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞു. ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു സീൻ വന്നപ്പം, ഓൾറെഡി അതിൻ്റെ അകത്ത് ഈ വൈദികൻ പൂവലിക്കുന്ന ആള്, മദ്യപിക്കുന്ന ആള്, അത് പിന്നെ എല്ലാവരും ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് കാണിക്കുന്നുണ്ട്.
പിന്നെ ഇതിലും വന്നല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ അതേ ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സീൻ. അതായത് ഇത് തുറക്കുമ്പോൾ ബൈബിള് ബൈബിൾ ആ ഭാഗം പോർഷൻ കട്ട് ചെയ്തിട്ട് തോക്കിറക്കി വെച്ചേക്കുന്നു. അതിൽ കൃത്യമായിട്ട് കാണാം റോമാക്കാരുടെ സുവിശേഷം 13 അധ്യായമാണ്, 237 പേജാണ്. അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ട് കേട്ടു. കാരണം തിയേറ്ററിലെ സ്ക്രീനിൽ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റില്ല. അപ്പൊ അത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ദൈവമേ, ഇത് എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഇത് നമ്മളായതുകൊണ്ടല്ലേ ഇതിങ്ങനെ കാണിച്ചു. വേറെ വല്ല മതക്കാരുടെ ആണെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് സ്വാഭാവികം. ആ പടം ആ ഫസ്റ്റ് ഷോയെ ഓടത്തുള്ളൂ. കാരണം പിന്നീട് തിയേറ്റർ ഉപരോധിക്കുന്നു, പലർക്കും പല പ്രശ്നങ്ങളും നേരിട്ടേ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ആദ്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടപെടുന്നതുകൊണ്ട് ആദ്യം ചെയ്തത് വന്നപ്പോൾ തന്നെ, സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞും അപ്പം അത് അത്യാവശ്യം പെട്ടെന്ന് എല്ലാ ആളുകളിലേക്ക് എത്തി. ആളുകൾക്ക് മനസ്സിലായി ഇന്നുപോലെ ഒരു കാര്യം ആ സിനിമയിലുണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായ പോസ്റ്റ് പോയി. സത്യം പറഞ്ഞാൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എനിക്കൊരു വാശിയായെന്ന് കൂടെ പറയാം, ഇതിനെതിരെ ഒന്ന് പോകാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പോസ്റ്റും പോയി. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഇതിന് നമ്മുടെ സുഹൃത്തായിട്ടുള്ള വക്കീല് അഡ്വക്കേറ്റ് ടോം തോമസ് എന്ന് പറഞ്ഞ ഒരു പുള്ളി തൊടുപുഴയിലുള്ളതാണ്. അപ്പൊ പുള്ളിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സാറേ ഇന്നുപോലെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ പിടിപാടില്ലല്ലോ. അപ്പം അങ്ങനെ വിളിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ജോജി ഞാൻ ഇന്നുപോലെ ഒരു ആളുടെ നമ്പർ തരാം, കോലഞ്ചേരി തന്നെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു വക്കീലിന്റെ നമ്പർ തന്നു. ഞാൻ ആ വക്കീലിനെ വിളിച്ചു. ഇന്നുപോലെയാണല്ലോ വക്കീല്, വാ ജോജി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ജോജി നമുക്ക് വാലിഡായ പോയിന്റാണ്. കാരണം ഇത് കൃത്യമായിട്ട് ബൈബിളാണെന്ന് കാണിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, നമുക്കൊന്ന് ആദ്യം നടപടി എന്നുള്ള രീതിയിൽ നമുക്ക് സെൻസർ ബോർഡിന് ഒരു പരാതി അയക്കാം. കാരണം ഇവരാണല്ലോ ഇതിന് സെൻസർ ചെയ്തത്. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞ് സംസാരിച്ചു. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൊ കോലഞ്ചേരിയിൽ പൊതുവെ ഓർത്തഡോക്സ് യാക്കോബൈറ്റ്സ് ആണ്. ഞാൻ ചോദിച്ചു, ഏത് പള്ളിയാണ്? RC ആണെന്ന്. RC തന്നെയാണ്. ഏത് പള്ളിയാ? കോളേജിൽ ആ ഒരു പള്ളിയുണ്ട്, ഞങ്ങളുടെ ഇടവക്കാരൻ തന്നെയാണ് പുള്ളി. അപ്പൊ കാരണം ഞാൻ ഈ വിദേശത്തായതുകൊണ്ട് നാട്ടിലുള്ള ആരും അങ്ങനെ വലിയ പരിചയമില്ല. പക്ഷെ ഒരു വക്കീലുണ്ടെന്നൊക്കെ കേട്ടിട്ടുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ പരിചയപ്പെട്ടു. കാര്യങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ നടപടി എന്നുള്ള രീതിയിൽ സെൻസർ ബോർഡിന് മെയിൽ അയച്ചു. പ്രൊഡ്യൂസർക്കും CC വെച്ചിട്ടാണ് അയച്ചത്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 5-ാം തീയതിയാണ്, അതായത് സിനിമ ഇറങ്ങി. കാരണം നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് 5-ാം തീയതി ആയപ്പോഴത്തേക്കും ഞാൻ മെയിൽ അയച്ചു, ഇന്നുപോലെ സെൻസർ ബോർഡിന് മെയിൽ അയച്ചു. ഇവർക്ക് CC ഇന്നുപോലെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. കാരണം ഇത് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞ സിനിമ ഓടി കഴിഞ്ഞിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു. ഞാൻ ഇന്നുപോലെ നിങ്ങൾക്ക് മെയിൽ അയച്ചു, നിങ്ങളുടെ ഭാഗത്ത് ഒരു നടപടിയില്ല, ഞാൻ ലീഗലായിട്ട് കോർട്ടിൽ മൂവ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ ഇൻഫർമേഷൻ വേണ്ടി അയച്ചതാണ്. അപ്പം പ്രൊഡ്യൂസർ അതിൻ്റെ അകത്ത് റിപ്ലൈ ചെയ്തു, എന്നുപോലെയാണ്, അത് നിങ്ങളുടെ വാദം തെറ്റാണ്, അതിൽ ബൈബിളാണെന്ന് കാണിക്കുന്ന ഒരു ഭാഗവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ അവരുടെ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു, നിങ്ങളത് ബൈബിൾ അല്ലെന്ന് പറയുന്നു. ഞാനൊരു ബൈബിളിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടും എൻ്റെ ബൈബിളിൻ്റെ കറക്റ്റ് പേജാണിത്. ആ പേജും നിങ്ങളെ കാണിച്ചിരിക്കുന്ന സീനും തമ്മിൽ സാമ്യമുണ്ട്. അത് തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ബൈബിളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്തിരിക്കും. പിന്നെ അവരുടെ ഭാഗത്ത് മറുപടി ഉണ്ടായാലും ഞങ്ങൾ ഡയറക്റ്റ് ഹൈക്കോർട്ടിൽ റെഡ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഇതുപോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ക്രിസ്മസിന്റെ അവധിയായിരുന്നു ഈ ഡിസംബറിൽ 22-ന് ശേഷം 10 ദിവസം കണ്ട്. അതിനു മുമ്പ് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കേസ് ഫയലിൽ സ്വീകരിച്ചു. അപ്പൊ അതിന്റെ വലിയൊരു കാര്യം. കാരണം സാധാരണ തള്ളിക്കളയേണ്ട നിരവധി കേസുകളുണ്ട്. അപ്പൊ അതിലൊന്നും തള്ളിക്കളയാതെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരു നല്ല കാര്യമാണ്. അങ്ങനെ എടുത്തു. അപ്പോൾ ജഡ്ജി പറഞ്ഞു അവരുടെ ഭാഗം കൂടെ കേൾക്കട്ടെ, അവരെ വിളിപ്പിക്കാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ വിളിപ്പിക്കാനുള്ള കാര്യങ്ങൾ സാധാരണ ഈ പോസ്റ്റൽ വഴിയാണ് ചെയ്യുന്നത്. നമ്മൾ എക്സ്ട്രാ ഫീസ് അടച്ചിട്ട് ഡയറക്റ്റ് കോടതിയിൽ നിന്ന് അന്ന് തന്നെ ആള് പോയി അവിടെ കൊണ്ടു കൊടുത്തു. അപ്പൊ അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അവർ ഹാജരായി. ഹാജരായപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇന്നപോലെ അവരുടെ ഭാഗം വ്യക്തമാക്കാനുണ്ട്, അതുകൊണ്ട് സമയം തരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നീണ്ടുപോയി. പിന്നെ കോടതി അവധി കഴിഞ്ഞ് ഓപ്പൺ ആയത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം വന്നപ്പം സെൻസർ ബോർഡും ഇതിൻ്റെ അകത്ത് കക്ഷിയാണ്. സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഇത്, കാരണം പ്രൊഡ്യൂസർക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ അവരെ കുറ്റം പറയലുണ്ട്. കാരണം ഇത് അറിഞ്ഞോ അറിയാതോ വന്നതാണ്, എങ്ങനെയാണെന്നറിയില്ല, അറിയത്തില്ല, എങ്ങനെയൊരു സംഭവം വന്നുപോയി. അപ്പൊ അവരുടെയും ഭാഗത്ത് ഇത് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലായത്. അവരും അപ്പൊ ഈ ക്രിസ്മസ് കഴിഞ്ഞതോടുകൂടി, ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞതോടുകൂടി തിയേറ്ററിൽ നിന്ന് സിനിമ മാറി, വേറെ സിനിമകളും വന്നു, പുതിയ പടങ്ങൾ വന്നതോടെ അത് തിയേറ്ററിൽ നിന്ന് മാറി. അപ്പൊ പിന്നെ OTT ഇറക്കാനാണ് പോകുന്നത്. അപ്പൊ OTT ഇറക്കുന്നതിന് മുമ്പ് അവരത് ബ്ലർ ചെയ്ത് ഇറക്കിക്കൊള്ളാമെന്ന് സെൻസർ ബോർഡിന് ഒരു റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ അത് പിന്നെ OTT ഇറക്കിയപ്പം അത് ബ്ലർ ചെയ്താണ് ഇറക്കിയത്. അപ്പൊ പിന്നെ അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഫൈനല് വിധി വന്നത്. അപ്പം ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. അതിന് ഹൈക്കോടതിയോടും നമ്മൾ നന്ദി പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെ ഭാഗത്തും അവരേതായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
പ്രത്യേകിച്ച് ഈ ജോജി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു നിയമ പോരാട്ടം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒന്ന് രണ്ടു വിളിച്ചിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ചില ഘട്ടങ്ങളിലൊക്കെ ഈ ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട് വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ പലപ്പോഴും പങ്കുവെച്ചിരുന്നു, ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഘട്ടങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ജോജിയുടെ ഒരു ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല അല്ലെ. അത് തൊട്ടപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ബിഗ് ഷോട്ട്സ് ആണ്, സെൻസർ ബോർഡാണ്, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പുറത്ത് ജോജി ഒറ്റയ്ക്കുള്ളൂ, സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആരും ഇല്ല. ഇപ്പൊ ഈ നിയമപരമായിട്ടുള്ള വിജയം വരിച്ചതിന് ശേഷം പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിലൊരു ഭയമോ അല്ലെങ്കിൽ ഒരു നിരാശയോ, കാരണം സ്വന്തം കയ്യിൽ നിന്നാണ് പൈസ എടുത്തൊക്കെ ഇതൊക്കെ ചെയ്യണത്, ഏതെങ്കിലും തരത്തില് ഈ ബിഗ് ഷോട്ട്സിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നു, ഒരു നിരാശ എപ്പോഴെങ്കിലും വന്നോ അല്ലെങ്കിൽ ഭയം വന്നോ? നിരാശ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശ വന്നിട്ടുണ്ട്. കാരണം ഇതിനെ ബാധിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ഒരു 2022 ജൂലൈയിൽ എൻ്റെ ഗൾഫിലെ പ്രോജക്റ്റ് തീർന്നിട്ട് ഞാൻ നാട്ടിൽ വന്നതാണ്. നമുക്ക് നാട്ടിൽ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുമാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥയിൽ സാമ്പത്തികമായിട്ട് പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത്, ജൂലൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഡിസംബർ എന്ന് പറയുമ്പോൾ കുറച്ചങ്ങ് ആയല്ലോ. അങ്ങനെ സാമ്പത്തികപരമായിട്ട് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. അതിൽ മുന്നോട്ട് പോവുകയും വേണം. ഇടയ്ക്ക് കോടതിയിൽ, കാരണം ഇത്രയും നാള് നിന്നപ്പം ഇടയ്ക്ക് നമുക്കൊരു തോൽവി ഭയം ഞാൻ ഉണ്ടായിരുന്നു. കാരണം പക്ഷെ അന്നേരപ്പോഴെല്ലാം എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ ജോർജിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു, ഇവിടുത്തെ നിത്യാരാധന ചാപ്പലിലൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഞാനും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ആ വിശുദ്ധ ബലി പങ്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആയുധ നിയോഗം ഇത് വെച്ചിട്ടാണ് കേസിന്റെ കാര്യങ്ങൾ. അപ്പം ഇടയ്ക്കൊരു നമുക്കൊരു പ്രതികൂലമായിട്ടുള്ളൊരു ഇത് വന്നപ്പം സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിച്ചാണത്, സത്യം പറയാമല്ലോ. കാരണം ഈ പത്രോസിനോട് ഈശോ നടന്നു വരാൻ പറഞ്ഞപ്പം പത്രോസ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡിൽ ഒന്ന് ശങ്കിച്ചപ്പോഴാണ് താഴോട്ട് താന്നു പോയത്. അപ്പൊ നമ്മളങ്ങനെ ഈശോ ആണ് അപ്പുറത്ത് നിൽക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോയപ്പം സംഭവിച്ചുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ആരോടാ പ്രാർത്ഥിച്ചത്? ദൈവത്തോട്, എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം നടക്കത്തില്ല എന്ന് വിചാരിച്ചത് ഞാൻ ചെയ്തൊരു തെറ്റാണ്. പക്ഷെ ദൈവം പത്രോസിനെ കൈപിടിച്ചുയർത്തിയ പോലെ ആ ഒരു ഇതില് കൈപിടിച്ചുയർത്തി നമുക്ക് വിജയം തന്നു എന്നുള്ളതാണ് അതിലുള്ള കാര്യം. ശരിക്കും ഈ ഒരു കാര്യം ഇപ്പൊ ജോജി നടത്തിയൊരു നിയമ പോരാട്ടം, നമുക്ക് ഇതിനു മുമ്പ് ഒത്തിരിയേറെ പല ഉദാഹരണങ്ങളുണ്ട് ഈ ക്രൈസ്തവ അവഹേളനമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം ഈശോ സിനിമ, ഇപ്പൊ നാടകത്തിന്റെ ഈ കക്കുകളി പോലത്തുള്ള സംഗതി, അങ്ങനെ പല സിനിമകളിൽ നമുക്ക് 2010 ശേഷം ഒട്ടുമിക്ക സിനിമകളും ജോജി നേരത്തെ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മറവിൽ പല കാട്ടിക്കൂട്ടലുകളും കാണിക്കാറുണ്ട്. അത് പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തെയും സഭയെയും വൈദികരെയും കുദാശകളൊക്കെ അവഹേളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നടത്തിയ ഒരു ചെറുതല്ലാത്ത ഒരു വിജയം ഈ തുടർന്ന് പലർക്കും വലിയ രീതിയിലൊരു പ്രചോദനം നൽകാൻ ഒരു കാരണമാകില്ലേ? അതായത് നമ്മൾ ഇനി മിണ്ടാതിരിക്കരുത്, നമുക്ക് ഈ രാജ്യം നൽകുന്ന അവകാശത്തിന് നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാട്ടം നടത്തുക, ക്രിസ്ത്യമായ രീതിയിൽ പോരാട്ടം നടത്തുക, അതിന്റെ ഒരു ആവശ്യകത കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നില്ലേ ഈ ഒരു വിജയം? തീർച്ചയായിട്ടും. കാരണം ഈ പടത്തിന്റെ ഇത് വിവാദമായി. ഈ പടവും അതിനു മുമ്പുള്ള പല പടങ്ങളൊക്കെ വേണം. ഈ ജോർജ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇറങ്ങാറുള്ളൂ. കാരണം ഇത് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഇച്ചിരൂടൊക്കെ എന്തെങ്കിലും വിവാദമാക്കി കഴിഞ്ഞാൽ അവർക്കും അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്നുള്ളതായിരിക്കും അവരുടെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പിന്നിലൊക്കെ പ്രത്യേകം അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാണുമായിരിക്കും. നമ്മുടെ ഭാഗത്തു നിന്നും ആൾക്കാർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും കാണിക്കട്ടെ, അവര് ചെയ്തോട്ടെ, നമ്മളൊന്നും മിണ്ടാൻ പോകണ്ട എന്നുള്ളവര്. അത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നമ്മൾ അതായത് തെറ്റായിട്ടൊന്നും അല്ല. നമ്മൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയാണ് നമ്മൾ സമീപിച്ചത് നീതിക്ക് വേണ്ടി. നമ്മൾ ഒരിക്കലും തെറ്റായിട്ടല്ല ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ചെന്നു, നമുക്ക് നീതി കിട്ടി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്ര പെട്ടെന്ന് ഒരു വിധി വന്നതും നമുക്ക് അനുകൂലമായിട്ട് വന്നതും എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്ര ഒരു ഇതായത് ഈ ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊരു ഒരുപാട് ആളുകൾക്ക് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാരാണേലും ഇപ്പൊ ഈവൻ സിനിമയുടെ അണിയറ പ്രവർത്തകരാണേലും തിരക്കഥ എഴുതുന്നവരാണേലും ഇങ്ങനെ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരും വിചാരിക്കും, വെറുതെ എന്തിനാണ് തലവേദന പിടിക്കുന്നത്? നമുക്ക് സിനിമയിൽ കാണിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ കയറി, പ്രത്യേകിച്ച് ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്, നമ്മൾ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പൊ അതിനെയൊക്കെ അവഹേളിക്കാതെ ഇരിക്കാനൊക്കെ അവരുടെ ഭാഗത്തുനിന്നും അവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ സെൻസർ ബോർഡിനും, കാരണം സെൻസർ ബോർഡിന് അവരുടെ വക്കീലൊക്കെ കുറെ പ്രാവശ്യം ഹാജരാകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവരും വിചാരിക്കും അവർക്കും ഒരു ഇതാണ്. കാരണം ഇനിയാണെങ്കിലും സിനിമകൾ സെൻസറിങ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മാറ്റാനുള്ളതാണെങ്കിൽ മാറ്റാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കാനും ഒക്കെ ഉപകരിക്കും. റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഒരു ജോജി നടത്തിയ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു ഇടപെടലാണ്, അതിനെപ്പറ്റി കൂടി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജീവസമൃദ്ധി ആ ഒരു പദ്ധതി, പ്രത്യേകിച്ച് വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു പദ്ധതി, അതും ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റയാൻ പോരാട്ടമെങ്കിലും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പങ്കുവെച്ചോളൂ.
അത് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ പാലാപിതാവിന്റെ വലിയ കുടുംബങ്ങളെ സഹായിക്കാനുള്ള പദ്ധതിയുടെ പ്രഖ്യാപനങ്ങളോടനുബന്ധിച്ചാണ്. അപ്പം അതിനു മുമ്പ് തന്നെ എൻ്റെ ജീവിതാനുഭവങ്ങൾ അത് ഓൾറെഡി എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയൊരു സാമ്പത്തിക ഞെരുക്കം എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ജനനത്തോടനുബന്ധിച്ച് നേരിട്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നത്. കാരണം ഇങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. കാരണം കുട്ടികളുടെ ജനനത്തോടനുബന്ധിച്ച് ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. അപ്പം അവരെയൊക്കെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ഞാൻ അന്ന് ചിന്തിച്ചത് എൻ്റെ ഇടവകയിലെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പം അതിനൊരു സപ്പോർട്ടിംഗ് ആണ്. നമുക്ക് ചുമ്മാ ചെന്ന് ഇപ്പോൾ ഒരു ഇടവകയിൽ ചെന്ന് അച്ഛനോട് പറയുക, അച്ഛാ അത് ഇപ്പോൾ ഈ കുട്ടികളുണ്ടാകുമ്പോൾ പൈസ കൊടുക്കുക, അച്ഛൻ വിചാരിക്കും ഇവനെന്നാ വട്ടാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാം. അപ്പം അങ്ങനെ ഒരു അവസരം ഞാൻ നോക്കിയിരുന്നപ്പോഴാണ് ഈ പാലാപിതാവിന്റെ വലിയ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതി. അപ്പം ഞാൻ ഉടനെ തന്നെ അച്ഛനെ വിളിച്ചു, അച്ഛാ ഇന്നുപോലെ നമ്മുടെ ഇടവകയിലും ചെയ്യണതുപോലെ 4ാമത്തെ കുട്ടിയുടെ ജനനത്തോടനുബന്ധിച്ച് ഒരു 10,000 രൂപ കൊടുക്കുന്ന പദ്ധതി നമുക്ക് തുടങ്ങാം. അപ്പം അച്ഛൻ പറഞ്ഞു, ഓക്കെ എന്നാൽ ജോജി എനിക്ക് എഴുത്താട്ട് ഞാൻ പറഞ്ഞ അച്ഛാ ഞാൻ എഴുതി തരാം. അച്ഛൻ സഭാധികാരികളോട് ചോദിച്ചു അതിനൊരു അനുവാദം മേടിക്കണം, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു എഴുതി കൊടുത്തു. എന്നെ പോലെ ആണ് കാര്യങ്ങൾ, 4ാമത്തെ കുട്ടിയുടെ ജനനത്തോടനുബന്ധിച്ച് നമുക്ക് 10,000 രൂപ സമ്മാനമായിട്ട് കൊടുക്കാന്നുള്ളത്. അപ്പൊ അത് അച്ഛൻ അധികാരികളോട് ചോദിച്ച് സമ്മതം നൽകി. അപ്പൊ ഞാനത് സോഷ്യൽ മീഡിയയിലും അതൊരു പോസ്റ്റായിട്ട് ഇട്ടു. കാരണം ഈ നമ്മള് അത് പറയുമ്പോൾ ഒരു കാരണം, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയരുതെന്ന് ഒരു ഭാഗം പറയുമെങ്കിലും എൻ്റെ ജീവസമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പരസ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇത് അനേകം കുടുംബങ്ങൾക്ക് ഇന്ന് ഇപ്പൊ 116ഓളം കുടുംബങ്ങൾക്ക് 10,000 സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ അതിനേക്കുള്ള ആളുകളെ കണ്ടെത്താൻ സാധിച്ചതെല്ലാം നമ്മൾ ഇത് പങ്കുവെച്ചതിലൂടെയാണ്. നമ്മൾ നന്മ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് വലിയ നന്മയായിട്ട് മാറുന്നുണ്ട്. അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ജീവസമൃദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് ഞാൻ സോഷ്യൽ മീഡിയ പങ്കുവെച്ചത് എവിടെയോ ഉള്ള, അതായത് എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ജോൺസൺ ചേട്ടൻ, കൊല്ലത്തുള്ള ജോൺസൺ ചേട്ടൻ എന്നെ വിളിക്കുകയും, ഞാനന്ന് ഒമാനിലാണ്, എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയും അനുമോദിക്കുകയും ജോജി നല്ല കാര്യങ്ങളാണ്, നമുക്ക് ഇത് ജോജിയുടെ ഇടവക മാത്രമല്ല നമുക്ക് ഒരുപാട് വലിയ കുടുംബങ്ങളെ സഹായിക്കണം, അതിന് ഞാനും അടുത്ത പ്രാവശ്യം തൊട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ തരാം, ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങുക, ജോജിയുടെ അക്കൗണ്ട് നമ്പർ താട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ദൈവമേ നന്മയ്ക്കായിട്ടാണെങ്കിൽ അങ്ങനെ താട്ടെന്ന് വെച്ച് അങ്ങനെ അത് തുടങ്ങി. പിന്നെ ജോൺസൺ ചേട്ടനെ പരിചയമുള്ളവർ ജോൺസൺ ചേട്ടനായിട്ടും ചേർത്ത്. പിന്നെ ഇത് കണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തപ്പം ഈ ജീവസമൃദ്ധിനെ കുറിച്ച് ഇങ്ങനെ ഇന്ന ആൾക്ക് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ട് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞാൽ ജോജി ഞാനും അടുത്ത പ്രാവശ്യമായിട്ട് സഹകരിക്കാം. അങ്ങനെ വന്നു ചേർന്ന് ഒരുപാട് ആളുകളുണ്ട്. അവരിലൂടെയൊക്കെ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പം 116 കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇത് വളർന്ന് ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാൻ പറ്റി. പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യുന്നത് കുട്ടികളുടെ ജനനത്തോടനുബന്ധിച്ചാണ്, 4ാമത്തെ കുട്ടിയുടെ ജനനത്തോടനുബന്ധിച്ച്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കൊടുത്ത ആൾക്കാർ വഴി അറിഞ്ഞിട്ടും കുടുംബങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ 100ാമത്തേത് നമുക്ക് അറിയാം. ഷക്കീനൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലായിലെ ബിഷപ്പ് ഹൗസിൽ വെച്ചാണ് ആലഞ്ചേരി പിതാവിന്റെയും പാലായിലെ ബിഷപ്പിന്റെയൊക്കെ സാന്നിധ്യത്തിലേക്ക് മുറിച്ച കുടുംബത്തിന് ഒക്കെ കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ ജീവസമൃദ്ധിയായിട്ട് ബന്ധപ്പെട്ട് ഈ സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ, പ്രത്യേകിച്ച് ആ ഒരു 100ാമത്തെ ആ ഒരു പ്രോജക്റ്റ് അതിൻ്റെ ആ ഒരു ഉദ്ഘാടന വേളയിൽ അല്ലെങ്കിൽ സഹായം കൊടുക്കുന്ന വേളയിൽ ജോജി പല പിതാക്കന്മാരെയൊക്കെ കണ്ട് അവരുടെ ആശംസകളൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണ എത്രത്തോളം? എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അൽമായരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പദ്ധതികൾ ഇറങ്ങും. നമ്മളെ ഭാഗത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സഭ ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ, ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും മാറി നിൽക്കുന്നു. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അപ്പം നമ്മളെ ദൈവം കൈപിടിച്ച് നടത്തും എന്നുള്ള വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ജീവസമൃദ്ധിയൊക്കെ. അപ്പോൾ പിതാക്കന്മാർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. അവരുടെ ഒരു ആശംസാ വീഡിയോ ചെന്നുകൊണ്ട് വെറും മിനിറ്റുകളേ ഉള്ളൂ. എല്ലാ പിതാക്കന്മാരെല്ലാം തിരക്കാണല്ലോ, നമുക്കറിയാലോ. ചെന്ന് കണ്ടു, പിതാവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പിതാവ് ഒരു ആശംസ സന്ദേശം സന്തോഷത്തോടെ തന്നു. ഞാനപ്പം തന്നെ എൻ്റെ മൊബൈലിൽ എടുത്ത് അങ്ങനെയാണ് ഈ 10ഓളം പിതാക്കന്മാരെ കണ്ടു. ആലഞ്ചേരി പിതാവിനെ കണ്ടപ്പം ആലഞ്ചേരി പിതാവ് എന്നെ പോലെ പറഞ്ഞു, പിതാവിൻ്റെ സാന്നിധ്യത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവ് പറഞ്ഞു സാരമില്ല നമുക്ക് കൊടുക്കാം. അപ്പം പാലാ ബിഷപ്പിനെ കണ്ടപ്പോൾ അന്ന് പാലായിൽ പ്രോഗ്രാമിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ക്രമീകരിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും. കാരണം പ്രത്യേകിച്ചും ഞാനത് ഉദ്ദേശിച്ച പിതാക്കന്മാരെ കണ്ടത് തന്നെ കാരണം ഈ ജീവസമൃദ്ധിയിൽ സഹകരിക്കുന്ന എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പിതാക്കന്മാരെ കണ്ടപ്പോൾ പറഞ്ഞു, പിതാവ് എൻ്റെ പേരൊന്നും പറയൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ, ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട്. കാരണം പിതാക്കന്മാരുടെ ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആ കുടുംബങ്ങൾക്ക് അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് ഒരു ആശംസാ സന്ദേശം എനിക്ക് എൻ്റെ ആളുകളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ദൂരത്തിരുന്ന് എന്നെ സഹായിക്കുന്ന ഈ വരെയും കുടുംബങ്ങളെ സഹായിക്കാൻ അതിൽ പങ്കാളികളായവർക്കും അവരുടെ കുടുംബത്തിനും ഓരോ വരുമാന മാർഗത്തിനും ഒക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ മേടിച്ചത്. അപ്പം അങ്ങനെ അതൊരു എല്ലാം കൊണ്ടും ദൈവം ക്രമീകരിച്ച് തന്ന് 100ാമത്തത് വലിയൊരു ഇതാക്കി മാറ്റാൻ സാധിച്ചു. ദൈവത്തിന് വലിയ കൃപ തന്നെയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ജോജി ദശാംശമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്കിൽ ശ്രദ്ധേയമായിട്ടുള്ള പല പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഈ ദശാംശം കൊടുക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ആ ഒരു പോസ്റ്റിന്റെ പിന്നിലെ ഒരു രഹസ്യം അല്ലെങ്കിൽ അതിന് പിന്നെ അത് ഇടാനിടയായ ഒരു സാഹചര്യം ഒന്ന് പങ്കുവയ്ക്കാം. സത്യം പറഞ്ഞാൽ സ്വന്തം ജീവിതാനുഭവം തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഗൾഫിൽ ആദ്യം ജോലി കിട്ടി 2010 ഞാൻ ഗൾഫിൽ പോകുന്നത്. അപ്പം എന്നോട് അമ്മ ഭക്തിയൊക്കെ ഉള്ള കുടുംബമാണ്, നമ്മുടെ ദൈവഭക്തി പള്ളിയിലും കാര്യങ്ങളൊക്കെ പോകുന്നവർ. അപ്പം അമ്മേനോട് പറഞ്ഞു, ജോലി കിട്ടിയാൽ കൃത്യമായിട്ട് നീ 10% ദശാംശം കൊടുക്കണം. അപ്പം ഈ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്ന പൈസ ഒക്കെ ഇച്ചിരി കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് മറന്നുപോയി. അങ്ങനെ ഒരു 2 വർഷത്തിനടുത്ത് ആയി കഴിഞ്ഞപ്പം ആണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ഓഫർ വരികയും അവിടെ കുറച്ച് പൈസ കൊടുക്കാനും പറഞ്ഞു. അപ്പം അങ്ങനെ ആ പൈസ കൊടുത്തു. അതൊരു ഭയങ്കര തട്ടിപ്പായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം നിന്ന് ആ പൈസ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ അപ്പം അവിടേക്ക് പോകാൻ വേണ്ടി ജോലി രാജിവെച്ച് ഞാൻ നാട്ടിൽ വന്നിരുന്നു. അപ്പം അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞ് ആ പൈസയും പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ദശാംശത്തിന്റെ കാര്യം അമ്മ പറഞ്ഞതെല്ലാം കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് പോയ പൈസ കറക്റ്റ് ഞാൻ ആ ജോലി ചെയ്തതിന്റെ 10% പോയത്. അന്നൊരു തീരുമാനം എടുത്തു, ഇനി എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് 10% ഞാൻ മാറ്റിവെക്കും. അത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പല പള്ളിയിലും കൊടുക്കും. പള്ളിയിൽ നമ്മൾ കൊടുക്കണമെന്നാണ്. പള്ളിയിൽ 1% കുറച്ച് കൊടുക്കും, ബാക്കി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതിനുശേഷം 2014 ശേഷം കൃത്യമായിട്ട് കിട്ടുന്നതെന്ന് എന്തോരം കടങ്ങളുണ്ടെങ്കിലും ബാധ്യതകളുണ്ടെങ്കിലും അത് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ദൈവം നമ്മളെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ജീവിതസമൃദ്ധി ആണെങ്കിലും ശരി, നമ്മുടെ ഒന്നും കഴിവുകൊണ്ടോ ഒന്നുമല്ല ദൈവം അതിനൊക്കെ നയിക്കാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ദൈവം കണ്ട് നമ്മൾ അതിനൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഈ ആന്റണി കേസിലാണെങ്കിലും ശരി, ദൈവം വലിയൊരു കാര്യമാണ് നമ്മളോടൊക്കെ ചെയ്തിരിക്കുന്നത്. അതൊന്നും നമ്മുടെ കഴിവല്ല, ദൈവത്തിന് കഴിവാണെന്ന് മാത്രം വിശ്വസിക്കും. തീർച്ചയായും ജോജി വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല കാര്യങ്ങളും ജോജി പങ്കുവയ്ക്കുകയുണ്ടായി. ഇനിയും കൂടുതൽ കർത്താവ് വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ജോലി മേഖലയെ, കുടുംബത്തെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ശ്രദ്ധേയമായിട്ടുള്ള ഇനിയും വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നടത്തുവാൻ ജോജിയെ ദൈവം കൃപ നൽകട്ടെ. ജോജിക്ക് ദൈവം കൃപ നൽകട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു.